ഐ സമീൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതും എഴുതിയിരുന്നതും. ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ട്, അയാം സമീൽ എന്നല്ല പറയേണ്ടത്, നീ അന്നേ അബദ്ധമാണ്, തെറ്റാണ് എന്നൊക്കെ കളിയാക്കാറുണ്ട്. അവനെപ്പോൾ ചോദിക്കുന്നത് ഇതായിരുന്നു: വലിയ വലിയ പ്രാമാണിക ചരിത്രകാരന്മാരുടെ അക്കാദമിക ചരിത്രത്തെക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം തെളിവ് എൻ്റെ നാട്ടിലെ വല്യുമ്മാൻ്റെ ഓർമ്മകളാണ് എന്നാണ്. ഇത് അവൻ്റെ ഒരു വാദമാണ്. ഒരു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഒരു പുസ്തകം വായിക്കാൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി, ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതൊരു അത്ഭുതമായി തോന്നും. പള്ളിക്ക് നേരെ പാറനമ്പിയുടെ പട വന്ന് ആക്രമിക്കുമ്പോൾ അതിനെതിരെ മുസ്ലിങ്ങളോടൊപ്പം യുദ്ധം നിന്ന ചില തട്ടാന്മാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, എന്നാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. ഏത് നാളെ രാവിലെ നടക്കാൻ പോകുന്ന യുദ്ധത്തിന് തലേന്ന് രാത്രി അവർ പറയാണ്. ആരാണ് ഇതിലെ നായകന്മാർ, ആരാണ് വില്ലന്മാർ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങൾ വില്ലന്മാരാണ്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സമീൽ ഇല്ലിക്കൽ, ഐ സമീൽ, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. ഇവിടെ കേരള ഇൻസൈറ്റിൽ അതിന് എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പലതരത്തിലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്പകാലം മുതൽ തന്നെ സുഹൃത്തായിട്ടുള്ള ജമീൽ അഹമ്മദാണ്. ഡോക്ടർ ജമീൽ അഹമ്മദാണ്. അദ്ദേഹത്തിന് സ്വാഗതം, കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സമീൽ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അറിയാം, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. സമീൽ ഇല്ലിക്കൽ എന്നും സമീൽ ഐ സമീൽ എന്നും രണ്ട് പേരുകൾ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സമീൽ ഇല്ലിക്കൽ എന്നാണോ അതോ ഐ സമീൽ എന്നാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ സമീൽ നമ്മുടെ കൂടെ ഇല്ല. ഒരുപക്ഷെ ആ ഒരു വിയോഗം അതിനെ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കാനുള്ള, എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. കഴിഞ്ഞ 1-2 ദിവസമായി സമീലിനെ കുറിച്ച് പലയിടത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ മലപ്പുറത്ത് സമീൽ അടങ്ങുന്ന ഞങ്ങളുടെ ഒരു സംഘമുണ്ട്. സമീലിനെ കൂടാതെ സമീർ ബിൻസി, ഡോക്ടർ ഹിക്മത്തുള്ള തുടങ്ങി കുറേ പൊതുരംഗത്തും അല്ലാതെയും ഇത്തരം ചിന്തകളും ഒരേപോലെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന, എന്നാൽ വ്യത്യസ്ത നിലപാടുകളും രാഷ്ട്രീയ ബോധ്യങ്ങളുമുള്ള ഒരു ചെറിയൊരു സംഘമാണത്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സമീൽ. ആദ്യകാലത്തൊക്കെ സമീൽ ഐ സമീൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതും എഴുതിയിരുന്നതും. സ്വയം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നത് ഐ സമീൽ എന്നാണ്. ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ട്, അയാം സമീൽ എന്നല്ല പറയേണ്ടത്, നീ അന്നേ അബദ്ധമാണ്, തെറ്റാണ് എന്നൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ പിന്നീട് അവന് ഒരു ചരിത്രത്തെ അന്വേഷിക്കുന്ന, സ്വന്തം വേരുകൾ അന്വേഷിക്കുന്ന, സ്വന്തം നാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന, സ്വന്തം കുടുംബത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു ബോധത്തിലേക്ക് മാറിയതിന് ശേഷമാണ് ഐ എന്നതിന് പകരം ഇല്ലിക്കൽ. കാരണം ഇല്ലിക്കൽ കുടുംബത്തിൻ്റെ സംഗമവും അതിനെക്കുറിച്ചുള്ള കുറേ ഇല്ലിക്കൽ കുടുംബക്കാരെ ഒന്നിച്ചു ചേർക്കാനും ഒക്കെ അവന് ഒരുങ്ങുകയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാവുകയും ചെയ്തു. മാത്രമല്ല, അതിലെല്ലാ ആളുകളെയും ഒന്നിപ്പിച്ച് അവരെല്ലാവരെയും സന്ദർശിച്ച് ഒരു കാലം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അതിനുശേഷമാണ് സമീൽ ഇല്ലിക്കൽ എന്ന പേര് സ്വീകരിക്കുകയും പിന്നെ അവൻ്റെ വർക്കുകളിലൊക്കെ സമീൽ ഇല്ലിക്കൽ എന്ന പേരിലാണ് അവന് അറിയപ്പെട്ടു. ഒരു പക്ഷേ ഗൾഫിന് ശേഷം, ഗൾഫിൽ 2001-2 അവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. അതിനുശേഷം അവൻ മുഴുവനായിട്ട് സമീൽ ഇല്ലിക്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ അവൻ്റെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം സമീൽ ഇല്ലിക്കൽ എന്ന പേര് ഏറെക്കുറെ എസ്റ്റാബ്ലിഷായി. പക്ഷേ പലരും ഇപ്പോഴും ഐ സമീൽ എന്ന് പറയാറുണ്ട്. ഈ സമീൽ എന്ന പേരിന് പ്രത്യേകത ഉണ്ട്. ഈ സമീൽ എന്ന പേരിൻ്റെ അറബി വാക്കിൻ്റെ അർത്ഥം കൂട്ടുകാരൻ എന്ന്. ഒരുപക്ഷെ ഇത്രയും അധികം സൗഹൃദങ്ങളുള്ള ഒരാൾ, ഇപ്പോൾ അവൻ്റെ ഫേസ്ബുക്കിൽ അവൻ്റെ വിയോഗത്തിന് ശേഷം വരുന്ന ഒട്ടേറെ അപ്ഡേറ്റുകളിലാണ് ഇത്രയധികം സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പോലും ആശ്ചര്യം തോന്നുന്നത്. ഒരാളെ ഒരു വട്ടം കണ്ടാൽ അവൻ ആത്മാർത്ഥ സുഹൃത്താണെന്ന് അയാൾക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവൻ്റെ ഒരു ഇടപെടലും അയാളുമായിട്ടുള്ള ബന്ധമൊക്കെ. ഒരാളെയും പേര് മുഴുവൻ വിളിക്കുമ്പോൾ എന്നെ ജമീ എന്ന് വിളിക്കും, ഹിക്കുനെ ഹിക്കു എന്ന് വിളിക്കും, എല്ലാ പകുതിയെ വിളിക്കുള്ളൂ. അത്രയും എല്ലാവരും അതാ പറയുന്നത് അവനെ പറ്റി. എന്നെ ഇതുവരെ അവന് മുഴുവൻ പേര് വിളിക്കില്ല എന്നൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ആ പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു സവിശേഷത, ഒരു സ്വഭാവം സമീലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഈ ഐ സമീൽ അല്ലെങ്കിൽ സമീൽ ഇല്ലിക്കൽ എന്ന പേരിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ ചെറുപ്പം മുതൽ തന്നെ അറിയാം. ഞാൻ സമീലിൻ്റെ ഈ ഒരു കമ്പനിയിലേക്ക് എത്തുന്നത് 96, ഏറെക്കുറെ 30 വർഷം ആകുന്നു. അത് ഞങ്ങളുടെ ഒരു നാട്ടിൽ നടന്ന ഒരു നാടകത്തിൻ്റെ എന്തോ ഒരു സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ മറ്റോ അഭിനേതാക്കളെ തേടുന്നിടയിൽ കുട്ടിയായ എന്നെക്കാളൊരു 6 വയസ്സ് കുറഞ്ഞ സമീലിനെ
അതിലേക്ക് കൊണ്ടുവരുന്നതും അതേ സമയത്ത് തന്നെയാണ് സമീർ ബിൻസിയും ഹിക്മത്തൊക്കെ എൻ്റെ പരിചയവൃത്തത്തിലേക്ക് വരുന്നത്. അവർ ഹിക്മത്തുള്ളയും സമീർ ഇല്ലിക്കലും സമീർ ബിൻസിയൊക്കെ ഏറെക്കുറെ കുട്ടിക്കാലം തൊട്ടേയുള്ള സൗഹൃദം ഉള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അന്ന് സമീൽ പരന്ന വായനയായിരുന്നു. സമീലിൻ്റെ വായന അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രസിദ്ധമാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം സമീലിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അവനാണ് എന്നെ ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നാക്കിയത്. അവൻ പറഞ്ഞത് ഞങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് ഗ്രൗണ്ടിലേക്ക് ഓടുമ്പോൾ സമീൽ ലൈബ്രറിയിൽ നിന്ന് ഗുരുസാഗരം എടുത്ത് വരുന്നത് കാണും എന്നാണ്. ഹിക്മത്തുള്ള മാഷ് അവനെക്കുറിച്ച് പറഞ്ഞ ഒരു അനുഭവം, രാത്രി അവരൊക്കെ ഹോസ്റ്റലിൽ താമസിച്ച് ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുമ്പോൾ സമീൽ സുൽത്താൻ വീട്, മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന നോവലുമായിട്ട് വായിക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ സമീൽ അതിൻ്റെ അവസാനത്തെ പേജ് വായിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഒരു പുസ്തകം വായിക്കാൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി, ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതൊരു അത്ഭുതമായി തോന്നും. അങ്ങനെ പരന്ന വായന ആ കാലത്തെ സമീലിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ നിലപാടുകളെയും ബോധങ്ങളെയും ഒക്കെ രൂപീകരിക്കുന്നത് ആ കാലത്തെ ഒരു വായനയുടെ പ്രത്യേകത. അപ്പോൾ എന്നെയും അവനെയും ബന്ധിപ്പിച്ചത് ഒരുപക്ഷെ ഈ വായന എന്ന, അന്നേ ഞാൻ പുസ്തകങ്ങൾ വാങ്ങുന്ന ആളാണ്. വെറും പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും, കവിത, നോവൽ, കഥ തുടങ്ങിയ ഏത് വിഷയത്തെക്കുറിച്ച് സമീലിന് അവൻ്റെതായൊരു തോന്നലുണ്ടാകും, ഒരു നിലപാടുണ്ടാകും. അത് സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഇത്രയും അടുത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, അതിനേക്കാളുപരി ചരിത്രകാരനായിരുന്നു, സിനിമ നടനായിരുന്നു, സിനിമ സംവിധാനത്തിലുണ്ടായിരുന്നു, മ്യൂസിക്, ആൽബങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ ഇടപെട്ട ഒരാളാണ്. 49 വയസ്സേ ഉള്ളൂ. ഈ വയസ്സിൽ തന്നെ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? ഒരുപാട് ആളുകൾ എഴുതി ഞാൻ കണ്ടു. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ മാധ്യമത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. മാധ്യമത്തിൽ അതിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു. അതുപോലെ റിയാദിലും അദ്ദേഹം ബ്യൂറോ ഇൻചാർജ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ അനുഭവം കൂടി ഉള്ളൊരു പത്രപ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രവർത്തന ജീവിതത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാബു നേരത്തെ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുന്നത്, സഞ്ജയൻ ഈ VC ബാലകൃഷ്ണ പണിക്കരെ പറ്റി എഴുതിയ ഒരു ലേഖനത്തിൽ സാഹിത്യ നഭസ്സിലെ കൊള്ളിമീൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് കുറച്ചു കാലമേ ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും വലിയ പ്രകാശം പരത്തി ഞൊടിയിടയിൽ നമ്മളിൽ നിന്ന് മറയുന്ന ഈ ഒരു നക്ഷത്ര രൂപിയെയാണ് നമ്മൾ കൊള്ളിമീൻ എന്ന് പറയുന്നത്. ഈ സമീൽ അതുപോലെ ഇത്ര പെട്ടെന്ന് മടങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ അവൻ ചെയ്തു തീർത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ അതിൻ്റെ പരപ്പ് കൊണ്ടും ആഴം കൊണ്ടല്ല, നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു വൈവിധ്യങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും സമീൽ ചെന്നെത്തുകയും അതിലൊക്കെ കയറി തൻ്റെതായ ഒരു മുദ്ര, ഒരടയാളം അതിൽ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് സമീലിൻ്റെ പ്രത്യേകത. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാര്യത്തിലും എൻ്റെ ഒരിടം ഏത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ശ്രദ്ധ സമീലുണ്ടായിരുന്നു. ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് സമീൽ വളരെ അവിചാരിതമായി എത്തുന്നത്, മലയാള ഭാഷയിലോ അല്ലെങ്കിൽ ജേർണലിസത്തിലോ ഔദ്യോഗികമായ ഔപചാരികമായ വിദ്യാഭ്യാസമോ ബിരുദമോ സമീലിനില്ല. അവന് അറബി ഭാഷയിലാണ് അവൻ്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം ഉള്ളത്. പക്ഷേ അവൻ എത്തിപ്പെട്ടത് മാധ്യമ പ്രവർത്തന രംഗത്താണ്. മാധ്യമം ദിനപത്രത്തിലാണ് അവൻ ജോലിക്ക് ചേരുന്നത്. അതിൻ്റെ ഒരു കാരണം സ്കൂൾ തലം തൊട്ടേ സമീൽ ഈ കയ്യെഴുത്ത് പത്രം, അതേപോലെ കോളേജ് മാഗസിൻ തുടങ്ങിയവയിലൊക്കെ പ്രവർത്തിച്ച് ഒരു അറിയപ്പെടുന്ന രീതിയിൽ തന്നെ ആ വായനക്കാർക്കിടയിൽ സമീൽ പരിചിതനായിരുന്നു. അത് സമീൽ ഇറക്കിയ കോളേജ് മാഗസിൻ മാത്രമല്ല, കോളേജിൽ ഏത് കക്ഷി ജയിച്ചാലും സമീലിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ടാകും. അപ്പോൾ അന്നേ അതിൽ ഒരു വ്യതിരിക്തമായ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ സമീൽ ഭയങ്കര ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കറിയാം സമീൽ ഇറക്കിയ ഒരു കോളേജ് മാഗസിൻ്റെ, അതായത് 30 കൊല്ലം മുമ്പാണെന്ന് ആലോചിക്കണം, 98 ഒക്കെ കാലത്താണ്. പൊത്ത് എന്നായിരുന്നു പേര്. പൊത്ത്, പക്ഷെ പൊത്ത് എന്ന പേരിന് ചിലപ്പോൾ വലിയ, നമ്മൾ മലയാളത്തിൽ അതൊരു ക്രിയാപദവുമാണ്, അതൊരു നാമപദവുമാണ്. പൊത്തുക എന്നുള്ള അർത്ഥത്തിൽ അതൊരു ക്രിയാപദമാണ്. ദ്വാരം, തുള, മാളം എന്നൊക്കെ അർത്ഥത്തിൽ പൊത്തിലേക്ക് കയറി പൊത്താണ്. പക്ഷേ അവൻ അതിന് കൊടുത്ത മുഖചിത്രം ഒരു കുട്ടി മതിലിൽ
ഈ സാറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് പൊത്തി നിൽക്കുന്ന ഒരു മുഖചിത്രമാണ് കൊടുത്തത്. അപ്പോൾ അവിടെ പൊത്തിന് വേറൊരു അർത്ഥം കിട്ടുകയാണ്, കണ്ണ് പൊത്തുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ അന്നേ ഒരു വാക്കിനകത്തുള്ള പലതിനെയും പുറത്തെടുക്കാൻ കഴിയുന്ന ധൈഷണികമായ ഒരു പിൻബലം അവൻ ഭാഷാപരമായ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കണം അവനെ മാധ്യമത്തിലേക്ക് ഇൻ്റർവ്യൂവിന് പോകാനും ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ മാധ്യമത്തിലേക്ക് ജോലി കിട്ടാനും അന്ന് മാധ്യമം പുലർത്തിയിരുന്ന ആ കാര്യത്തിലുള്ളൊരു ശ്രദ്ധ കൂടി. കാരണം ജേർണലിസത്തിൽ ബിരുദ ഒന്നും ഇല്ലാത്ത ഒരാളെ മാധ്യമത്തിൽ ജോലിക്ക് വെക്കാനുള്ള അതിൻ്റെ അധികാരികൾക്ക് വേണമല്ലോ ഒരു ധൈര്യം. ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലായിരിക്കണം ഒരുപക്ഷെ ഇന്ന് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെയാണ് സമീൽ ജേർണലിസത്തിലേക്ക് വരുന്നതും പത്രപ്രവർത്തകനാകുന്നത്. എനിക്കോടെ സമീലിൻ്റെ ഒരു പത്രപ്രവർത്തനത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം ഒരു ചരിത്രത്തിൻ്റെ വഴിയിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം വളരെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പുസ്തകമാണ് മലബാർ വിപ്ലവം, ചരിത്രം കാണാതെ പോയ ജീവിതങ്ങൾ, ഖബറുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ 2023 ഇറങ്ങിയത്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകം കുറേ മുമ്പാണ് ഇത് ഇറങ്ങിയ സമയത്താണ് ഞാൻ വായിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാധ്യമപ്രവർത്തനം പതുക്കെ പതുക്കെ ചരിത്രത്തിലേക്ക് മാറിപ്പോയതുപോലെ നമുക്ക് തോന്നുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സമീലിന്റെ ഒരു ചരിത്ര വായനകൾ എങ്ങനെയായിരുന്നു മാഷിന് അനുഭവപ്പെട്ടത്? അത് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, സമീൽ അന്വേഷിക്കാനുള്ള ഒരു എന്താണ് അതങ്ങനെ എന്ന്. അതിനു മുമ്പ് പറയേണ്ടത്, മലപ്പുറത്ത് ഞങ്ങളുടെ കേന്ദ്രം മലപ്പുറമാണ്. മലപ്പുറത്തും പരിസരത്തും അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ നടക്കുന്ന എല്ലാ സംവാദവേദിയിലേക്കും കയറി ചെല്ലുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഇത് അവൻ്റെ ഒരു പതിവായിരുന്നു. അപ്പോൾ മൊണ്ടാഷ് ചലച്ചിത്ര സമിതിയുണ്ട്, മഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന. മലപ്പുറം കേന്ദ്രമാക്കി ലക്ഷ്മി ഫിലിം സൊസൈറ്റി ഉണ്ട്. അപ്പം അന്നൊക്കെ അതിൻ്റെ ഒരു പതിവനുസരിച്ച് നമ്മൾ നേരത്തെ പറയുന്ന പോലെ മതേതരമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന അങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ സമീലും ഹിക്മത്തും ബിൻസിയൊക്കെ സിനിമ കാണാൻ പോകും. അപ്പോൾ 6 മണിക്കാണ് സിനിമ തുടങ്ങുക. ഈ 6 മണിക്ക് സിനിമ തുടങ്ങുമ്പോൾ ഇവർ മഗ്‌രിബിന് ബാങ്ക് കൊടുത്താൽ, അതായത് സന്ധ്യക്കുള്ള ബാങ്ക് കൊടുത്താൽ ഇവർ നിസ്കരിക്കാൻ പോകും, സിനിമേൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ പോകും. അപ്പോൾ ഇത് മധു ജനാർദ്ദനൻ, അന്ന് മലപ്പുറം ലക്ഷ്മി ഫിലിം സൊസൈറ്റിയുടെ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രസിദ്ധനായ ഫിലിം ക്രിട്ടിക്കായ മധു ജനാർദ്ദനൻ ഇത് ശ്രദ്ധിച്ചു. പക്ഷെ അവർ സിനിമ കഴിഞ്ഞുള്ള ചർച്ചയിൽ സമീൽ സജീവമായിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് വളരെ വലിയ വലിയ ആർഗ്യുമെൻറ്റുകളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നൊരു പയ്യൻ നമസ്കാരത്തിന് സമയമാകുമ്പോൾ പോകുന്നു. പിന്നെ അവർ തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, നമസ്കാരം കഴിഞ്ഞിട്ട് ഫിലിം തുടങ്ങാം, കാരണം ഈ കുട്ടികളെ കൂടെ പരിഗണിക്കണമല്ലോ. അത് വലിയൊരു ഉൾക്കൊള്ളലായിരുന്നത്. അന്ന് എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം സമീൽ ഇങ്ങനെ ചോദിക്കും. എനിക്കറിയാം, വലിയ വലിയ ചരിത്ര സെമിനാറുകളൊക്കെ പോയിട്ട് ഞങ്ങളുടെ ചരിത്രം എവിടെ, ഇതിൽ മാപ്പിള ചരിത്രം എവിടെ, ഇതിൽ മലപ്പുറക്കാർ എവിടെ എന്ന് സമീൽ നിരന്തരം ചോദിച്ചിരുന്നു. ഈ ചോദ്യമാണ് ചരിത്രം അന്വേഷിക്കുക എന്ന ഒരു വഴിയിലേക്ക് സമീലിനെ എത്തിച്ചത്. അങ്ങനെയാണ് മലപ്പുറത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഈ മാപ്പിള സംസ്കാരത്തെക്കുറിച്ചും മാപ്പിള പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം, ഈ ചരിത്ര വീതിയിലേക്ക് സമീൽ വരുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സമീലിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യവഹാര മേഖല തന്നെ മലപ്പുറം സിനിമ, മലപ്പുറത്തിലെ പാട്ട്, മലപ്പുറത്തിൻ്റെ സംസ്കാരം, മലപ്പുറത്തിൻ്റെ ചരിത്രം, മലപ്പുറത്തിൻ്റെ പൂർവ്വഗാമികൾ, ഇങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് സമീൽ, അത് വലിയൊരു ടേണായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെ ഇങ്ങനെ പലതരത്തിലേക്കും ചിതറിപ്പോയ മ്യൂസിക് ആൽബങ്ങൾ, പാട്ട്, ഇങ്ങനെയൊക്കെ ചിതറിപ്പോയ സമീലിൻ്റെ പ്രതിഭയെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ആ ഒരു വരവ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലേക്കും ചരിത്രത്തിൻ്റെ ഉള്ളിലേക്കും സമീൽ കടക്കുന്നത്. ഈ പുസ്തകം എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ മറ്റ് പല ചരിത്രം നിർമ്മിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൊളോണിയൽ അധികാരികളോ അല്ലെങ്കിൽ ദേശീയവാദ ചരിത്ര രീതികളൊക്കെയാണ്. പക്ഷെ ഈ പുസ്തകം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അത് ഇടം ലഭിക്കാതെ പോയ ആളുകളെ കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ പുസ്തകത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നു, കാണാതെ പോയ ജീവിതങ്ങളാണ്. ആ കാണാതെ പോയ ജീവിതങ്ങളൊക്കെ കബറുകളിലാണ് കിടക്കുന്നതും കൂടി ആണ് ഈ പുസ്തകത്തിന്റെ കവറ് നമ്മളോട് പറയുന്നത്, അതിന്റെ പേര് നമ്മളോട് പറയുന്നത്. അപ്പൊ സമീലിന്റെ ഒരു ചരിത്ര വീക്ഷണത്തില് ഇങ്ങനെ ഒരു രീതിശാസ്ത്രം അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ പുസ്തകത്തിൽ പറയുന്ന അധികാരിത്തൊടി എന്ന സ്ഥലം സമീലിൻ്റെ വീട്ടിൽ നിന്നും മലപ്പുറം ടൗണിൽ നിന്ന് ഏറെക്കുറെ അടുത്താണ്. ഒരുപക്ഷെ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ കൗമാരക്കാലത്തൊക്കെ സമീൽ ഇത് കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ മലപ്പുറം നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ ഓരത്തൊക്കെ ഇതുപോലുള്ള പല കബറുകളുണ്ട്. അതൊക്കെ ശുഹദാക്കളുടെ കബറുകൾ എന്ന പേരിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്.
പിന്നെ ഈ ചരിത്രത്തിൻ്റെ വഴിയിലേക്ക് സെമിയിലെത്തുന്നത് ഈ കെ അഷ്റഫിൻ്റെയൊക്കെ നിർബന്ധങ്ങളുണ്ട്. നീ ആ ഖബറുകളെ കുറിച്ച് പഠിക്കുമെന്ന് അഷ്റഫാണ് എനിക്ക് തോന്നുന്നത് അവനെ അത്ര ഒരു അസൈൻമെൻറ്റ് കൊടുത്തത്. അതാണ് അവൻ്റെ അന്വേഷണത്തിന് തുടക്കം. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതിൽ ഏറെക്കുറെ 5-6 ലേഖനങ്ങളാണുള്ളത്. പൊതുവെ നമ്മളെപ്പോഴും പറയാറുണ്ട് ചരിത്രമെഴുത്തിൻ്റെ ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ച്. അത് അക്കാദമികമായ രീതിശാസ്ത്രമുണ്ട്, തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായ റെഫറൻസുകൾ കൊടുത്തുകൊണ്ട് പാറ്റേണിൽ എഴുതപ്പെടുന്ന ഒരു അധികാര ചരിത്ര രചനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻ്റെ പ്രാദേശികമായ അഭിപ്രായങ്ങളെയും അതിൻ്റെ കാഴ്ചപ്പാടുകളെയും സ്വരൂപിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു ദേശചരിത്രമുണ്ട്. ഈ അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവൻ എപ്പോഴും ചോദിക്കുന്നത് ഇതായിരുന്നു: വലിയ വലിയ പ്രാമാണിക ചരിത്രകാരന്മാരുടെ അക്കാദമിക ചരിത്രത്തെക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം തെളിവ് എൻ്റെ നാട്ടിലെ വല്യുമ്മാൻ്റെ ഓർമ്മകളാണ് എന്നാണ്. ഇത് അവൻ്റെ ഒരു വാദമാണ്. ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ തന്നെ ഈ വിഷയത്തിൽ സംവാദങ്ങൾ, ഇതിൻ്റെ മെത്തഡോളജിയെ സംബന്ധിച്ചൊക്കെ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേവലം ഓർമ്മയെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് എങ്ങനെ ചരിത്രം. പക്ഷെ അവൻ പറയുന്നത് വലിയ ചരിത്രകാരന്മാരുടെ സവർണ തെളിവുകൾ വെച്ചിട്ട്, അധികാര തെളിവുകൾ വെച്ചിട്ട്, കൊളോണിയൽ തെളിവുകൾ വെച്ചിട്ട് അവരെഴുതുന്ന ചരിത്രത്തെക്കാളും ചരിത്രത്തിനോട് എനിക്ക് പ്രതിബദ്ധത പുലർത്താൻ കഴിയുക എൻ്റെ നാട്ടിലെ വല്യമ്മയും വല്യമ്മയും പറയുന്ന ഓർമ്മകളിൽ നിന്നുള്ള ചരിത്രമാണെന്നാണ്. ആ ചരിത്രവും ഇതിലുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ചരിത്ര രചനയുടെ ഒരു ചരിത്രമുണ്ടല്ലോ, മലയാളത്തിൽ ചരിത്രരചനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ, ആ അർത്ഥത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ പുസ്തകം. കാരണം അക്കാദമികമായ ചരിത്രം, ഇതിൽ ആദ്യത്തെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി പ്രബന്ധം വായിക്കുന്നത് പോലെ തോന്നും. അതിൽ നിന്നിങ്ങനെ പോയിട്ടാണ് ഇവൻ ഓർമ്മകളിലേക്ക് പോകുന്നത്. അതോടുകൂടി ആ ഓർമ്മകൾ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പൂക്കോട്ടൂർ യുദ്ധമൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പലതരം ഉദ്ധരണികൾ ഉപയോഗിച്ചിട്ട് അതിനെ ബലപ്പെടുത്തി കൊണ്ടുപോയിട്ട് ഈ പൂക്കോട്ടൂരിൻ്റെ പാർശ്വസ്ഥാനത്ത് ഉള്ള ഈ ഖബറുകളിൽ എന്തുകൊണ്ട് നിങ്ങൾ പോയി നോക്കിയില്ല? പൂക്കോട്ടൂർ ചരിത്രത്തിൽ എഴുതപ്പെടുകയും ഈ അധികാരത്തൊടിയിലെ മരിച്ചു വീണ 246 ആളുകൾ എങ്ങനെ പുറത്തായി എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. അങ്ങനെ അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇതിൽ നടത്തുന്നത്. ഈ പ്രാദേശിക ചരിത്രവും ദേശീയ ചരിത്രവും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് മൂവരുടെ ഉണ്ട്, ഒരു ആലോചനകൾ എപ്പോഴും ഉണ്ട്. അത് ബാബു ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ മാപ്പിള സമരങ്ങളെ, മാപ്പിള വിപ്ലവം എന്നൊക്കെ പറയാനുള്ളത്, ഈ ഖിലാഫത്ത് വിപ്ലവം എന്നാ പറയാനുള്ളത്. അവൻ്റെ ഒരു പദം അതാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ പലരും അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണാറില്ല. അപ്പോൾ സമീർ ഈ പുസ്തകത്തിൽ തന്നെ ചോദിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യ സമരം, അതിനെ നിർവചിക്കൂ എന്നാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മൾ പറയും ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാരെ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമരമാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ലല്ലോ. 1930-കൾക്ക് ശേഷമാണ് ഇന്ത്യ വിടുക എന്നൊരാശയം തന്നെ വരുന്നത്. അതിനു മുമ്പ് എങ്ങനെ വേലുത്തമ്പിദ്ദളവ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നത്? ഒരുപക്ഷെ മാപ്പിള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. എങ്ങനെയാണ് പഴശ്ശിരാജ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നത്? ഏത് ഇന്ത്യക്ക് വേണ്ടിയാണ് പഴശ്ശിരാജ? അതെ, ഏത് ഇന്ത്യ? അന്ന് എന്ത് ഇന്ത്യ? അപ്പോൾ എങ്ങനെയാണ് ഇവൻ പോട്ടെ, നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അന്ന് ഇവിടെ ഇന്ത്യ, അന്ന് ഇന്ത്യ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്ത്യ എന്ന ഒരു പരികല്പന തന്നെ രൂപപ്പെടുന്നതിന് മുമ്പ് വളരെ പ്രാദേശികമായി ഉണ്ടായ ഈ സമരം, ആ ഒരു കാരണത്തിൻ്റെ പേരിൽ അത് പങ്കെടുത്തത് മുസ്ലിങ്ങളാണ്, മാപ്പിളമാർ എന്നതിൻ്റെ പേരിൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പുറന്തള്ളരുത്. ഇത് ഇങ്ങനെ പുറന്തള്ളുക എന്നത് അന്നത്തെ ഒരു ദേശീയതയുടെ പ്രോജക്റ്റാണ് എന്നാണ് അവൻ പറയുന്നത്. ഈ ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ദേശീയതയെ പറ്റി ഇപ്പോൾ ഉണ്ടായ പലതരം വിമർശനങ്ങളുടെ കൂട്ടത്തിലുള്ള ഇന്ത്യയിൽ രൂപപ്പെട്ടതൊരു ഹിന്ദുത്വ ദേശീയതയായിരുന്നു. ആ ദേശീയതയ്ക്ക് വേണ്ടി ചരിത്രത്തെ രൂപീകരിക്കാൻ ഉണ്ടാക്കിയ ചില ഉൾക്കൊള്ളലുകളെ, ചില മാറ്റി നിർത്തലുകളുണ്ട്. ആ മാറ്റി നിർത്തലുകളിൽ ഒന്നായിരുന്നു മാപ്പിള വിപ്ലവം എന്നാണ്, ഖിലാഫത്ത് വിപ്ലവം എന്നാണ് അവൻ പറയുന്നത്. അത് പ്രസക്തമാണ്. അത് എന്തുകൊണ്ട് ദേശീയതയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടാവുകയും ദേശീയതയ്ക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യ സമരങ്ങളെ, അപ്പോൾ അതിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. 2022 കേന്ദ്ര സർക്കാർ ഈ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും മാപ്പിള സമരത്തിൽ പങ്കെടുത്ത 300ഓളം രക്തസാക്ഷികളെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ദേശീയതയ്ക്ക് ആവശ്യമില്ലാത്ത രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ദേശീയതയ്ക്ക് ചില രക്തസാക്ഷികളെ ആവശ്യമില്ലാതായി വരികയും ചില രക്തസാക്ഷികളെ ആവശ്യമായി വരികയും ചെയ്യുന്നത്? ഇത് ദേശീയതയ്ക്ക് നേരെ ഉയർത്തിയ വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലുള്ള ഒരു ഉത്തരവാണ് ഈ പുസ്തകം. ഈ 21-ന്റെ 100ാം വാർഷികമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ
സമയത്ത് ഇറങ്ങുന്നത്. ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളിൽ നിന്ന് ഈ പ്രശ്നത്തെ അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ വായിക്കാൻ ശ്രമിച്ചത്? ഈ ദേശീയ ചരിത്രരചനയും പ്രാദേശിക ചരിത്രരചനയും. ഈ ദേശീയ ചരിത്ര അത് ആ ചോദ്യത്തിന്റെ ഒരു കാമ്പ് കിടക്കുന്നത്, ദേശീയ ചരിത്രരചന എപ്പോഴും ആശ്രയിച്ചത് കൊളോണിയൽ എവിഡൻസുകളെ തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അധികാരത്തിൽ ഉണ്ടായിരുന്നവർ എഴുതി വെച്ച ആർക്കൈവൽ രേഖകളിൽ നിന്നാണ് ചരിത്രം കണ്ടെടുക്കുന്നത്. ഈ ആർക്കൈവ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ രേഖകളെ പുറന്തള്ളിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു രേഖാ സമുച്ചയമാണ് ആർക്കൈവ്സ്. അപ്പോൾ ആർക്കൈവ്സിൽ നിന്നും ചരിത്രം ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത്, ആർക്കൈവ്സിന് പുറത്തുള്ള സമുദായങ്ങളെ, ആർക്കൈവ്സിന് പുറത്തുള്ള ദേശങ്ങളെ, ആർക്കൈവ്സിന് പുറത്തുള്ള ഓർമ്മകളെ, ആർക്കൈവ്സിന് പുറത്തുള്ള ഇടപെടലുകളെല്ലാം തള്ളിക്കളഞ്ഞുള്ള ചരിത്രമേ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നാണ്. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും ഇടപെട്ട എല്ലാവരും പ്രധാനമായും ശ്രദ്ധിച്ച ഈ ആർക്കൈവൽ രേഖകളെയാണ്. അത് കൊളോണിയൽ രേഖകളാണ് അതിലെ ബഹുഭൂരിപക്ഷവും. എന്നാൽ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും, ജനങ്ങളുടെ സംസാരത്തിൽ നിന്നും, ജനങ്ങളുടെ അനുഭവത്തിൽ നിന്നും ചരിത്രത്തെ കണ്ടെടുക്കുക എന്നുള്ളത്, അതിനെതിരെയുള്ള വലിയൊരു സമരമുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകം ഈ ദേശീയതയുടെ നിലനിൽക്കുന്ന കൊളോണിയൽ ചരിത്രത്തിൽ നിന്ന് വിരുദ്ധമായി ജനതയുടെ ചരിത്രമായി മാറുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സമീരനെ പോലെ തന്നെ ദളിത് ചരിത്രരചനയിലെ വാമൊഴി പാരമ്പര്യം എങ്ങനെയാണ് വാമൊഴി പാരമ്പര്യം ഉപയോഗപ്പെടുത്തുന്നത്. കൊച്ചേട്ടനൊക്കെ ഒരു വാമൊഴി പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ദളിത് ചരിത്രം എങ്ങനെ എഴുതാം, അതിനെക്കുറിച്ച് പറയുന്നത്. ചരിത്രത്തിൽ നിന്നും മാറ്റി എഴുതപ്പെട്ട ആളുകളുടെ ചരിത്രം മറ്റെവിടെ നിന്നാണ് നമ്മൾ കണ്ടെടുക്കുക? കൊളോണിയൽ ചരിത്രത്തിൽ ദലിതുകളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും എപ്പോഴും ഒന്നുകിൽ അപര സ്ഥാനത്ത് അല്ലെങ്കിൽ വില്ലൻ സ്ഥാനത്ത്. നമ്മുടെ ഈ ചരിത്രത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യ ചരിത്രം പോലുള്ള ചരിത്രത്തിനുള്ളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. സെമീൽ പറഞ്ഞു എന്നല്ല പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ബോധത്തിൽ പറയുന്നത്, അതിൽ നായകരും വില്ലന്മാരും ഉണ്ട്. ആരാണ് ഇതിലെ നായകന്മാർ, ആരാണ് വില്ലന്മാർ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങൾ വില്ലന്മാരാണ്, അല്ലെങ്കിൽ അപര സ്ഥാനത്ത് നിർത്തിയത്. ഈ യഥാർത്ഥത്തിൽ വില്ലന്മാർ തന്നെയാണോ വില്ലന്മാരെന്നും, എല്ലാ നായകന്മാരും എപ്പോഴും നായകന്മാരാണോ എന്നുള്ള മറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ മാപ്പിള കലാപകാരികൾ അല്ലെങ്കിൽ റബൽസ് എന്നാണ് ബ്രിട്ടീഷ് ചരിത്രരേഖയിലേക്ക് കാണുക, അല്ലെങ്കിൽ ഫെനാറ്റിക്സ് എന്നാണ് കാണുക. അപ്പോൾ മതഭ്രാന്തന്മാർ, അതേപോലെ വിമത റബൽസ് അല്ലെങ്കിൽ കലാപകാരികൾ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ ജനത ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തത് എന്ത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് ഈ പുസ്തകത്തിലൂടെ പ്രസക്തമാകുന്നത്. ഈ അപരവൽക്കരണത്തിൻ്റെ ഒരു കാലത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു സമീല വളരെ ആശങ്ക ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ സമീലായിട്ട് ബന്ധപ്പെട്ട് 1-2 പരിപാടികളിൽ പ്രസംഗിക്കുന്ന പാനലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിപുലമായി തന്നെ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, മലപ്പുറം നേർച്ചയിൽ തട്ടാൻ ഷഹീദും എന്ന് പറഞ്ഞൊരു വീഡിയോ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു സമുദായങ്ങൾക്കിടയിലുള്ളൊരു പാരസ്പര്യത്തെക്കുറിച്ചും അതിൽ സാഹോദര്യത്തെക്കുറിച്ചും വളരെയേറെ ആശങ്ക എന്നല്ല, അതിനെ വളരെയേറെ ഗൗരവമായി പരിഗണിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇത് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങി. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അപരമാക്കപ്പെട്ട സമുദായങ്ങളുടെ ചരിത്രം ചികയുന്നു, അല്ലെങ്കിൽ വില്ലന്മാരാക്കപ്പെട്ട സമുദായങ്ങളുടെ ചരിത്രം നോക്കുന്നു, അല്ലെങ്കിൽ മാപ്പിളമാരുടെ ചരിത്രം പരിശോധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളൊരു വർഗീയ ചരിത്രം ഉണ്ടാക്കുകയാണോ എന്നാണ്. യഥാർത്ഥത്തിൽ അത് വർഗീയ ചരിത്രമല്ല എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ തെളിവുകൾ, അല്ലെങ്കിൽ അത് വർഗീയ ചരിത്രമല്ല എന്നും അത് സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ചരിത്രമാണ് എന്നതിൻ്റെ സ്ഥാപിക്കേണ്ട കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ഈ തട്ടാൻ സംഗതി. യഥാർത്ഥത്തിൽ മാപ്പിളമാരുടെ ചരിത്രം എന്ന് പറയുന്നത് മാപ്പിളമാരുടെ മാത്രം ചരിത്രമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖബറുകളുടെ ചരിത്രം പറയുന്ന സമയത്ത് സമീൽ ഒരു ഓർമ്മ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ ബ്രിട്ടീഷുകാർ വന്ന് ആ വീട്ടിലുള്ള വയസ്സായവരെയും സ്ത്രീകളെയും മുഴുവൻ വെടിവെച്ച് പുറത്തു നിർത്തി നിരത്തി വെടിവെച്ച് കൊന്നത്. ആ വീട്ടിൻ്റെ പത്തായത്തിനടിയിൽ ഒളിച്ചിരുന്ന ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വരുന്നത് തൊട്ടടുത്ത ഈഴവ കുടുംബമാണ്, തീയ കുടുംബമാണ്. പോലീസ് പോയതിന് ശേഷം അവർ ഈ വീട്ടിലേക്ക് കടന്നു വന്ന് ഈ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്തത്. അപ്പോൾ ഈ ചരിത്രം ഇവിടെ ഇത് സെമീൽ ഇതിൽ എഴുതി വെക്കുന്നുണ്ട്. അതേപോലുള്ള മറ്റൊരു ചരിത്രമാണ് ഈ പറഞ്ഞ തട്ടാൻ. അതിന് വേറൊരു ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മലപ്പുറം പടപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ഈ മലപ്പുറം നേർച്ച. ഈ മലപ്പുറം നേർച്ച മലപ്പുറം അതിന് വല്ലാത്തൊരു
സാഹചര്യം കൂടെയുണ്ട്. ഇപ്പോൾ സെമീൽ അന്തി ഉറങ്ങുന്നത്, സെമീലിൻ്റെ ഖബറ് ഈ മലപ്പുറത്തെ വലിയങ്ങാടി പള്ളിയിലാണ്. ഈ മലപ്പുറം നേർച്ച നടക്കുന്ന പള്ളിയുടെ ഒരു ഓരത്താണ് സെമീൽ ഇപ്പോൾ ഉറങ്ങുന്നത്. ആ പള്ളിയുടെ ചരിത്രവുമായി ദീർഘകാല ബന്ധമുള്ള ഒരു മാപ്പിള നേർച്ചയാണ് മലപ്പുറം നേർച്ച. അത് 1750 മുൻപ് 1730കളിലും മലപ്പുറത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പുതുക്കലാണ് ഈ നേർച്ച. ആ സംഭവം എന്താണ്? അന്നത്തെ പാറനമ്പി എന്ന് പറയുന്ന അവിടുത്തെ തമ്പ്രാൻ പള്ളി പൊളിക്കാൻ വന്നപ്പോൾ മുസ്ലിങ്ങൾ എതിരിട്ട് നിന്ന ഒരു കഥയാണ്, ഒരു സംഭവമാണ് ആ ചരിത്രത്തിലുള്ളത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് മോയിൻകുട്ടി വൈദ്യർ മതിനിധിമാല എന്ന മലപ്പുറം പടപ്പാട്ട് രചിച്ചിട്ടുള്ളത്. ഈ മലപ്പുറം പടപ്പാട്ടിൽ പറയുന്നത് ആ യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ചാണ്. അതിൽ തട്ടാന്മാരുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പള്ളിക്ക് നേരെ പാറനമ്പിയുടെ പട വന്ന് ആക്രമിക്കുമ്പോൾ അതിനെതിരെ നിന്ന് മുസ്ലിങ്ങളോടൊപ്പം യുദ്ധം നിന്ന ചില തട്ടാന്മാരുണ്ട്. ഈ തട്ടാന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം സ്വർണ്ണപ്പണിക്കാർ എന്ന് വിചാരിക്കരുത്. ഈ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പള്ളി നിർമ്മാണം, മുസ്ലിങ്ങളുമായി ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സമുദായം കൂടെയാണ് തട്ടാൻ സമുദായം. അവർ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് മാപ്പിളമാരോടൊപ്പം ചേർന്ന് സമരം ചെയ്യുകയും അതിൽ രക്തസാക്ഷികളാവുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും അവിടെ ഈ നേർച്ച നടക്കുമ്പോൾ തട്ടാൻ സമുദായത്തിൽ നിന്ന് ഒരു പെട്ടിവരവുണ്ട്. ഈ പെട്ടിവരവിനെ ഇവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അതിൽ ഇൻവോൾവ് ചെയ്യുകയും അവരവരുടെ നിവേദ്യങ്ങൾ ഈ ഖബറുകളിൽ അർപ്പിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായൊരു മാതൃക ഈ നേർച്ചയോടനുബന്ധിച്ചുണ്ടാകുമായിരുന്നു. ആ ചരിത്രത്തെയാണ് ഇവൻ പുറത്തു കൊണ്ടുവരുന്നത്. കാരണം അപ്പോൾ അതോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സമരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. അത് ഒരു സാമൂഹിക പ്രശ്നത്തിൽ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. അതിൽ മുസ്ലിങ്ങളോടൊപ്പം ഉള്ളത് അവിടുത്തെ തട്ടാൻ സമുദായമാണ്. നേരത്തെ അധികാരത്തൊടിയിൽ ബ്രിട്ടീഷുകാർ ആക്രമിക്കാൻ വന്ന അവരുടെ കൂടെ നിൽക്കുന്ന തീയ സമുദായമാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ AK കോഡൂർ, ഇതിൽ പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ച് രണ്ട് ലേഖനങ്ങളുണ്ട്. AK കോഡൂർ പറയുന്നത് പൂക്കോട്ടൂർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവിടുത്തെ ദലിത് സമുദായം, അവിടെ പുലയന്മാരും ആയ ദലിത് സമുദായം ഞങ്ങൾ ജിഹാദിന് തയ്യാറാണ്. അപ്പോൾ അവിടെ ഒരു ചർച്ച നടന്നു. മുസ്ലിങ്ങളല്ലാത്തവർ ജിഹാദിൽ പങ്കെടുത്താൽ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുമോ? അപ്പോൾ തീരുമാനിച്ചു കിട്ടുകയില്ല. ഇത് AK കോഡൂരിൻ്റെ ആ വിപ്ലവം തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. നാളെ രാവിലെ നടക്കാൻ പോകുന്ന യുദ്ധത്തിന് തലേന്ന് രാത്രി അവർ പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന പേരിൽ ഞങ്ങളെ ആകാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളാകാം, എന്നാലും നിങ്ങളെ കൂടെ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്താൽ മതി. പക്ഷെ എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളായിക്കോളൂ എന്നല്ല കേട്ടോ, നിങ്ങളാകണ്ട എന്നാണ്. ഇതൊരു നിർബന്ധിത മതപരിവർത്തനം എന്നുണ്ട് വലതുപക്ഷ ചരിത്ര മേഖലയിൽ നിന്നുണ്ടാകുന്ന വലിയൊരു ആരോപണമാണ്. ഈ മാപ്പിള പ്രക്ഷോഭത്തെ നിർബന്ധിത മതപരിവർത്തനം നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദലിതുകളെ മുഴുവൻ മതം മാറ്റിക്കൂടായിരുന്നോ? ഇത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. അപ്പോൾ ഒരു സഹവർത്തിത്വത്തിൻ്റെതായ സമരത്തിലും സാമൂഹിക കാര്യങ്ങളിലും സംസ്കാരത്തിലും ഒരുമിച്ച് നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ സഹവർത്തിത്വത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ ചരിത്രത്തെ എടുത്തുകൊണ്ടുവരാൻ സമീലിനെ പോലുള്ള ചരിത്രകാരന്മാർ ശ്രമിച്ചു എന്നതാണ് അതിൽ ശരി. നിങ്ങൾ സമീൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് അദ്ദേഹം അപരവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കും. അത് മലബാർ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വരുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും മലബാർ വിപ്ലവം എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടപെടലായിട്ട് കാണുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മലബാർ വിപ്ലവം എന്നുള്ള ആ പേര് തന്നെ പലരും ഇതിന് മലബാർ കലാപം എന്ന് പറയും. സമീൽ നിർബന്ധിക്കുന്നു. അതെ, സമീൽ മലബാർ വിപ്ലവം എന്നാണ്. കാരണം അതൊരു വലിയ വിപ്ലവം തന്നെ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത്. ലോകത്ത് നടന്ന വിപ്ലവങ്ങളെല്ലാം ജയിച്ച വിപ്ലവങ്ങളല്ല, ജയിക്കാത്തതും വിപ്ലവങ്ങളാകാം. നമ്മൾ എപ്പോഴും വിപ്ലവം എന്ന് പറയുമ്പോൾ ജയിച്ചവരുടെ മാത്രം കഥയല്ലല്ലോ വിപ്ലവത്തിൻ്റെ കഥ. അവൻ പറയുന്നത് കേരള സാമുദായിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ചരിത്ര സന്ദർഭമാണ് ഖിലാഫത്ത് പ്രക്ഷോഭം. അതിനെ നിങ്ങൾ കേവലം സമരമെന്നോ കലാപമെന്നോ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് അത് മറ്റൊരു ഒഴിവാക്കലിൻ്റെ ഭാഗമാണ് എന്നാണ്. അതുകൊണ്ടാണ് മലബാർ വിപ്ലവം എന്ന് തന്നെ പറയണം എന്ന് സെമീൽ നിർബന്ധം പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സൗഹൃദത്തിന്റെ വിപ്ലവമാണ്. അതാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു പുറത്തു നിന്ന് വരുന്ന ഒരു അധികാര ശക്തിയെ ഒരുമിച്ച് നേരിടുക എന്ന എല്ലാ കാലത്തും ഉണ്ടായിരുന്ന അതിജീവനത്തിൻ്റെ
ഒരു സംഗതിയാണ് അവിടെയും സംഭവിക്കുന്നത്. ഈ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ സമീലിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ഭാഷയെ കുറിച്ചാണ്. അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് വളരെ ഒബ്സസ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. മലപ്പുറം ഒരുപാട് പ്രാധാന്യം കുറിച്ച് ഹെറിറ്റേജ് വാക്ക് വേറെ നടക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹം അതിൽ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഈ ഒരു ലേഖനങ്ങളും വീഡിയോസൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മലബാറിലെ പ്രാദേശിക ഭാഷകളെ കുറിച്ചൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സൗഹൃദത്തെ കണ്ടെടുക്കാനുള്ള ശ്രമമാണോ? അത് സമീൽ മലപ്പുറത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അത് സമീലിന്റെ വാക്കാണ്, മലപ്രാലിറ്റി എന്ന് പറയും. മലപ്പുറത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ സൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷയുടേതെയും ഈ ഒന്നിച്ചുകൂട്ടലിൻ്റെയും ഒക്കെ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ മലപ്രാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞ മലപ്പുറത്തെക്കുറിച്ച് പറയാൻ മലപ്പുറത്തിൻ്റേതല്ലാത്തൊരു ഭാഷ സാധ്യമല്ല എന്നാണ്. ഈ ഭാഷ സമീൽ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്നൊക്കെ അവൻ എപ്പോഴും നായർ മലയാളമാണ് നിൻ്റേത് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. കാരണം അതിനപ്പുറത്തുള്ളൊരു ഭാഷ. ഇപ്പോൾ സമീൽ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റൊക്കെ പറഞ്ഞാൽ അറിയാം, നിങ്ങൾ തെറ്റ് നോക്കാൻ നടക്കരുത്. കാരണം ഏതാണ് തെറ്റ്? ഭാഷയിലെ തെറ്റെന്താണ്? നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ സംസാരിക്കും. ഇത് സമീലിന് മുമ്പ് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറാണ്, നമുക്കറിയാലോ. മാതാവേ ശുദ്ധജലം തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദറിനെ ഉമ്മ കയ്യിൽ കൊണ്ട് അടിച്ചു. അത് മാതാവേ ശുദ്ധജലം തന്നാലും എന്നല്ല അവിടുത്തെ മലയാളം, ഉമ്മച്ച് വെള്ളം വേണം എന്ന് പറയുന്നതാണ്. ഈ ഒരു തിരുത്ത് സമീൽ ഉടനീളം പുലർത്തിയിരുന്നു. അപ്പോൾ സമീൽ വലിയ വലിയ ചർച്ചകളിലൊക്കെ എഴുന്നേറ്റ് മലപ്പുറം ഭാഷയിൽ കാര്യങ്ങൾ പറയും. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നി. ഇന്നലെ സംവിധായകൻ സക്കരിയ സമീലിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. തിരുവനന്തപുരത്ത് IFFKയിൽ പോയിട്ട് അപ്പോൾ സക്കരിയയുടെ കൂടെ സമീൽ നടക്കും. ഇതേതോ മലപ്പുറം കാക്ക എന്ന രീതിയിലാണ് വലിയ വലിയ സംവിധായകരൊക്കെ ആദ്യം സമീലിനെ സമീപിച്ചത്. പിന്നെ സമീൽ ലോക സിനിമയെക്കുറിച്ചും സിനിമകളുടെ പൊരുളിനെക്കുറിച്ചും ചില സിനിമകളെ വളരെ ആഴത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് കണ്ടപ്പോൾ അവരാണ് ഇയാൾ ചില്ലറക്കാരനല്ലല്ലോ. അപ്പോൾ സമീലിൻ്റെ ഭാഷ കേട്ട ആദ്യം തോന്നുക ഇതേതോ മലപ്പുറത്തൊരു കാക്ക എന്ന അർത്ഥത്തിലാണ് തോന്നുന്നത്. പക്ഷെ ആ ഭാഷയിലും ഒരാളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാമെന്ന് സമീൽ തെളിയിച്ചു എന്നുള്ളതാണ്. അത് സമീലിൻ്റെ ഏതൊരു ഇടപെടലുകളിലും ഈ മലപ്പുറം ഭാഷയിലൂടെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതകളും അതിൻ്റെ ഒരു സ്നേഹവും അതിൻ്റെ സൗന്ദര്യവും വീണ്ടെടുക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു സമീൽ. ശരിക്കും മലപ്പുറത്തിൻ്റെ ഒരു നമുക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഏക സ്വഭാവം. പക്ഷെ മലപ്പുറത്തിൻ്റെ ഒരു ബഹുസ്വരത അതിലൂടെ കാണാം. അതായത് ഈ മലപ്പുറത്തിൻ്റെ ഈ വിശാലതയും വൈവിധ്യവും ഈ ഭാഷയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കൽ അവൻ്റെ ഒരു ആവശ്യം കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് പാട്ടും ഇപ്പോൾ നല്ല ലേഖനങ്ങൾ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് സമീൽ എഴുതിയിട്ടുണ്ട്. അത് ഈ ഒരു ഭാഷയിൽ നിന്നുകൊണ്ട് തനിക്ക് പാട്ടിനെക്കുറിച്ചും എഴുതാൻ പറ്റും, ഫുട്ബോളിനെക്കുറിച്ച് എഴുതാൻ പറ്റും, ചരിത്രത്തെക്കുറിച്ച് എഴുതാൻ പറ്റും, സിനിമയെക്കുറിച്ച് എഴുതാൻ പറ്റും, നാടകം എഴുതാൻ പറ്റും എന്ന് തെളിയിക്കുക എന്നത് സമീലിൻ്റെ കൂടെ ഒരു ആവശ്യമാണ്. ഈ സമീൽ മരിച്ചതിന് ശേഷം GP രാമേന്ദ്രൻ ഒരു ലേഖനം എഴുതി. അതായത് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തെ ഉപജീവിച്ചുകൊണ്ട് ടേക്ക് ഓഫ് എന്നുള്ള സിനിമയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിന്റെ ചില ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ച് സമീല് എനിക്ക് തോന്നുന്ന ഈ സിനിമ ഇതിനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിവേചനങ്ങളെയും അതുപോലെ ആ ഭാവുകത്തിലുള്ള ഇങ്ങനെ പറഞ്ഞ പോലെ നായർ മലയാളം എന്നൊക്കെ പറഞ്ഞ ഒരു സവർണ പക്ഷപാതിത്വത്തിലുള്ള സിനിമയെ കുറിച്ചൊക്കെ അദ്ദേഹം പരാതിപ്പെട്ടിരുന്നതായിട്ടാണ്. അദ്ദേഹത്തിന്റെ ആ മേഖലയിലെ എഴുത്തുകളെ കുറിച്ച് എങ്ങനെയാണ്? ഇതിൽ കുറെ പറയാനുണ്ട്. ഒരുപക്ഷെ എഴുത്തുകളെക്കാൾ കൂടുതൽ സമീലിന് ആ രംഗത്ത് സമീൽ ഇടപെട്ട് സോഷ്യൽ മീഡിയയിലൂടെയും വിവിധ തരം ചർച്ചകളിലൂടെയും. ഇപ്പോൾ 98-ലോ 99-ലോ മലപ്പുറത്ത് പാഠം ഒരു വിലാപം മലപ്പുറത്ത് പ്രദർശിപ്പിച്ചു. ആ സിനിമ നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്തും TV ചന്ദ്രനും കൂടെ തയ്യാറാക്കിയ സിനിമയാണ്. ആ സിനിമയിൽ ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹത്തിന് ശേഷം വിവിധ തരം ആചാരങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ട് തൻ്റെ വിദ്യാഭ്യാസം ഒക്കെ നിർത്തിക്കൊണ്ട് ഈ നാല് ചുമരുകൾക്കുള്ളിൽ അടഞ്ഞു തീരുന്ന മുസ്ലിം പെൺകുട്ടിയുടെ ദുരിത ജീവിതം, മൈസൂർ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സമീൽ അന്ന് അതിന് ശേഷം ഒരു ചർച്ചയുണ്ട്. പിന്നീട് അതിൻ്റെ പിന്നണി പ്രവർത്തകർ ഞങ്ങൾ മലപ്പുറത്ത് വെച്ച് ചില ചെറുപ്പക്കാർ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആക്രമണം ഇതാണ് സമീലിൻ്റെ ഒരു ചോദ്യമാണ്. അന്ന് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിലെ നായിക നടി 10ാം ക്ലാസ്സിൽ പഠിക്കുക, 18 വയസ്സ് തികഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ. അപ്പോൾ സമീൽ അവിടെ ചോദിച്ചത് 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ മലപ്പുറത്തെ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല എന്ന് ചോദിക്കണം. അവർ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകണം. അങ്ങനെ ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല.
ഒരു സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൈ പിടിച്ചിറക്കി സിനിമ പണിയെടുപ്പിച്ചിട്ട് സിനിമയിൽ എത്തിച്ചിട്ട് അതെ. എന്നിട്ട് ഇവർ ചോദിക്കാം മലപ്പുറത്തെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എവിടെയാണ് എന്ന് സെമീൽ ചോദിച്ചു. ഇത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു, അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമയിലുള്ള ചില ഇത്തരം അന്നേ ഇസ്ലാമോഫോബിയയുടെ ആദ്യ ചിന്തകൾ സെമീൽ അവർക്ക് മുമ്പിലിടുന്നത്. നിങ്ങൾ ഈ സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ സിനിമ ഉണ്ടാക്കുന്ന പ്രതിഫലവും അതിൻ്റെ പ്രതികരണവും എന്താണ്? അത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഫലം എന്താണ്? ഇത് സെമീൽ അവിടെ ഉന്നയിച്ചു. ഏതൊരു സിനിമ കാണുമ്പോഴും സെമീൽ ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കും. അന്ന് തന്നെ വേറെ സംഭവം, തൊട്ടുടനെ അബ്ദുറൈ എന്ന് പറഞ്ഞ് മാവൂരിലെ ഗോളിയർ റോയിൻസിന് വേണ്ടി സമരം ചെയ്ത അബ്ദുറഹ്മാൻ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ നല്ല ഒരു മുസ്ലിമായി ജീവിച്ച, മുസ്ലിം ആചാരങ്ങളെല്ലാം കൈക്കൊണ്ട് ജീവിച്ച, പക്ഷേ ഗോളിയർ റോയിൻസിൽ നിന്നും മാലിന്യങ്ങളായിട്ട് ക്യാൻസർ വന്ന് അവിടുത്തെ ഇരകൾക്ക് വേണ്ടി സംസാരിച്ച് മരിച്ചു പോയൊരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി രശ്മി ഫിലിം സൊസൈറ്റിയിൽ പ്രദർശിപ്പിക്കുന്നു, അബ്ദുറൈ എന്ന പേരിൽ. പക്ഷെ അതിൽ അയാൾ അവതരിപ്പിക്കുന്ന ഒരു മതേതരനായിട്ട്, അയാൾ മതവിരുദ്ധത സംസാരിക്കുന്നു, അയാൾ മതത്തിൽ നിന്നും ആളുകളെ വിമോചിപ്പിക്കാൻ വേണ്ടി കൂടി ഇതിൻ്റെ ഇടയിൽ പണിയെടുക്കും. ഒറിജിനലായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുണ്ടാക്കുന്ന ഒരു ഡോക്യു ഫിക്ഷനിൽ അയാളെ മതേതരനായിട്ട് അവതരിപ്പിക്കുന്നു. അബ്ദുറൈ അങ്ങനെയല്ല, അയാൾ നിസ്കാരമുള്ള ആളാണ്, നോമ്പ് നോറ്റിരുന്ന ആളാണ്. അപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പരികല്പനയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. ഇതിന് അതിശക്തമായി സെമീൽ അവിടെ ചോദ്യം ചെയ്തു. നിങ്ങൾ ചരിത്രവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. അബ്ദുറൈ അങ്ങനത്തെ ഒരാളല്ല. അബ്ദുറൈ മതത്തിനെതിരെ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ തികഞ്ഞൊരു മതവിശ്വാസിയും പ്രാക്ടീസിങ് മുസ്ലിമുമാണ്. ഇങ്ങനെ ഓരോ സിനിമയിലും സെമീൽ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ടേക്ക് ഓഫ്. കാരണം സെമീലിന് അന്ന് ഗൾഫ് മാധ്യമത്തിൽ ജോലി ചെയ്ത് ഏറെക്കുറെ ഈ പശ്ചിമേഷ്യയുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരാളായിരുന്നു. ഈ സിനിമയിൽ അതിനെ വളരെ തെറ്റായാണ് കാണിച്ചിട്ടുള്ളത്. ഈ സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയാണെന്ന് അവനന്ന് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ കാരണം അതിലെ തെറ്റുകൾ ഓരോന്ന് പോയിൻ്റായിട്ട് നിരത്തിയിട്ടാണ് അവൻ സംസാരിച്ചത്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത് അവിടെ പോയി അത് കണ്ട് അതിൻ്റെ നിരന്തരമായ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ന്യൂസുകളൊക്കെ പരതി അതിനെക്കുറിച്ച് മാധ്യമത്തിൽ നിരന്തരം എഴുതിയ ഒരാളുടെ മുമ്പിലേക്കാണ് ഇത് സ്റ്റോറി ചെല്ലുന്നത്, നേരിട്ട്. അതെ. അപ്പോൾ സെമീൽ അതിനെ ചോദ്യം ചെയ്തു. ഇതാണ് GPA ഒരു പക്ഷേ ആകർഷിച്ചിട്ടുണ്ടാവുക. കാരണം അതൊരു സത്യസന്ധതയുണ്ട് ആ വർത്തമാനത്തിൽ. ഞാൻ കണ്ട അബ്ദുറൈ നിങ്ങൾ പറയുന്ന അബ്ദുറൈ അല്ല, ഞാൻ കണ്ട മലപ്പുറത്തെ സ്ത്രീ ജീവിതം നിങ്ങൾ കണ്ട സ്ത്രീ ജീവിതമല്ല, അതുപോലെ ഞാൻ കണ്ട വിദേശ രാജ്യത്തിലെ മുസ്ലിം പ്രശ്നം നിങ്ങൾ കണ്ട പ്രശ്നമല്ല എന്ന് പറയാം. അതൊരു ഉത്തരവാദിത്വത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം കൂടെയാണ്. അദ്ദേഹം വേറെ സിനിമാ മോഹം, ഈ തിരക്കഥകൾ, അതേപോലെ തന്നെ ഒരുപക്ഷെ അവൻ്റെ തിരക്കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മുമ്പിൽ അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം, പക്ഷെ അതിൻ്റെ ഒരു രചനയുടെ ഘട്ടത്തിലുണ്ടായ ചില അയവുകളുടെ പേരിൽ അവൻ പിന്മാറ്റി വെച്ചതാണ്. ഞങ്ങൾ അതൊന്ന് റീറൈറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായ പ്രമേയം ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഒരുപക്ഷെ അതിലും ഈ മലപ്പുറാലിറ്റി ഉണ്ട് എന്നാണ്. അത് അതിൻ്റെ ഒരു ഓൺലൈൻ പറയുന്നത് മുസ്ലിം ലീഗാണ് അതിലൊരു വിഷയം. മുസ്ലിം ലീഗ് ഇപ്പോഴും മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്നു എന്ന നെറേറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന, സാമുദായിക രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ കഥ പറയുന്ന ഒരു നല്ലൊരു ത്രെഡുള്ള ഒരു തിരക്കഥയായിരുന്നു അത്. അത് കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. സമീർ ബിൻസി പറയും, കുട്ടിക്കാലത്തൊക്കെ പോസ്റ്റർ കണ്ട് ഞാനും സിനിമ എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാഗ്രഹം സമീറുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ തിരക്കഥ ഇനിയും വന്നേക്കാം, നമുക്ക് പ്രതീക്ഷ വെക്കാമെന്നേ ഉള്ളൂ. മ്യൂസിക്കും അതൊരു താല്പര്യമുള്ള മേഖലയായിരുന്നു. അതെ. കാരണം അവൻ പാടൂല, സെമീൽ പാട്ട് പാടൂല, പക്ഷെ അതിസുന്ദരമായിട്ട് പാട്ട് ആസ്വദിക്കുമെന്ന് മാത്രമല്ല പാട്ടിനെ കുറിച്ചും അഭിപ്രായം പറയും. എത്രത്തോളം നടപ്പോൾ സമീർ ബിൻസി പാട്ടിൻ്റെ രംഗത്തുണ്ട്, ഞാൻ ഗാനരചനാ രംഗത്തുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഷാനവാസ് നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷെ പാട്ട് കേട്ടാൽ അവനറിയാം, ഇവൻ ഒരു മ്യൂസിക്കിൻ്റെ ഏതെങ്കിലും ഒരു സംഗീതോപകരണത്തിൻ്റെ ശബ്ദം വന്നാൽ പോലും അവൻ അതിന് യോജിക്കാത്തതാണ്, അതവിടെ ശരിയായില്ല എന്ന് പറയും. അത്രയും സംഗീത ആസ്വാദനത്തിനുള്ള ഒരു കഴിവ് അവരുണ്ടായിരുന്നു. അതാണ് അവന് സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയ ലേഖനത്തിലൊക്കെ ഈ എങ്ങനെയാണ് സംഗീതം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് എന്ന് അവന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്.
ഇത് സോഷ്യോളജിക്കലായിട്ട് ലോകത്തെ മനസ്സിലാക്കല്ലേ അദ്ദേഹത്തിന്റെ അതെ, ലേഖനങ്ങളും അതാണ് അതിന്റെ കാമ്പ്. എല്ലാവരും സോഷ്യോളജിക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ്. അതെ, സമൂഹമാണ് അവന്റെ അടിസ്ഥാനം. സമൂഹത്തിലാണ് അവൻ നിൽക്കുന്നത്, സമൂഹത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറം മറ്റെന്തോ അക്കാദമികമായാലും അവനുള്ളൂ, മെത്തഡോളജി, ചരിത്രം എല്ലാം അതിനപ്പുറം, സിനിമ എല്ലാം അതിനപ്പുറം. സമൂഹമാണ് പ്രധാനം. നിങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സത്യസന്ധതയില്ലാതെയും എന്ത് ഉൽപാദനം നടത്തിയാലും അതിനെതിരെ സെമിയിൽ കലഹമുണ്ടാക്കും. ഖുർആൻ മനപ്പാടാക്കുന്നതിനെ കുറിച്ച് അവൻ ഖുർആൻ മനപ്പാടമാക്കാൻ പോയ ആളാണ്, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. ആ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലും മനപ്പാടമാക്കാം. പക്ഷെ അവന് അതിൻ്റെ ഒരു അംശം അവൻ്റെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ കുട്ടിക്കാലം തൊട്ടേ അതിൽ നിന്ന് കിട്ടിയ ഒരു ദാർശനികമായൊരു ബലമുണ്ടല്ലോ, അതാകാം. പക്ഷെ അത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഖുർആൻ അതിന് കുറേ കാര്യങ്ങളൊക്കെ അതിൽ മനപ്പാഠമാണ് താനും. പക്ഷേ ഏത് കാര്യത്തിലും പറയുമ്പോഴും ഞാൻ എന്ത് വിശ്വസിക്കുന്നു, ഞാൻ എന്ത് ആത്മീയമായി ഉൾക്കൊള്ളുന്നു, പ്രാർത്ഥനകളിലൊക്കെ വലിയ നിഷ്ഠുള്ള ആളാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ സൗഹൃദ വലയം പല മതം. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു അനുസ്മരണത്തിൽ അവൻ അവസാനം അഭിനയിച്ച 10 മാസം എന്ന സിനിമയുടെ സംവിധായകരായ ഗോപുവും സുമോദും വന്നിരുന്നു. അവനെ പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്നത് അവൻ കൊടുത്ത അപാരമായ സൗഹൃദം ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ മതവിശ്വാസിയായിരിക്കുമ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തെളിയിക്കാൻ ഈ ഖുർആനിലുണ്ടായിരുന്ന അവൻ്റെ ഈ ബോധം കാരണമായിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് രാഷ്ട്രീയക്കാരും അതെ ഒട്ടേറെ സ്വരാജ് അടക്കം കഴിഞ്ഞ അതെ പോയിട്ടുണ്ട്, സന്ദർശിച്ചിരുന്നു. അതെ ലീഗിന്റെ തന്നെ ഒരുപാട് നേതാക്കൾ അതെ സന്ദർശിച്ചിരുന്നു. അതിൽ ഖുർആനുമായി ഞാൻ നിരന്തരം അവനോട് സംസാരിക്കുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ ഖുർആനിൻ്റെ ചരിത്രം, ഖുർആനിൻ്റെ ദാർശനികം, ഇതിലൊക്കെ അവന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. സമീർ വിൻസി ഇന്നലെ ഒരു തമാശ പറഞ്ഞു. കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സമീറുമായി അവൻ ഖുർആനിലെ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുമായിരുന്നു. ഒരു ചെറിയ 1-2 പദങ്ങളൊക്കെ പറഞ്ഞ് സമീർ അതിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. ഈ ഒരു ബോധം അവനുണ്ട്. പിന്നെ വായനയാണ് പ്രധാനം. ഒരുപക്ഷെ ഈ വായനയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് എനിക്ക് അസൂയപ്പെടുത്തുന്ന ആ ഒരു സംഗതി ഉണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ അവൻ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് വെറും റീൽസ് കാണുന്നതല്ല, വായിക്കുക തന്നെ. സോഷ്യൽ മീഡിയ അവൻ്റെ ഒരു വലിയ തലമായിരുന്നു. അതും പറയേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ 1921 ബന്ധപ്പെട്ട വലതുപക്ഷ ചരിത്ര വീക്ഷണങ്ങളെ മുഴുവൻ തെളിവ് സഹിതം നമ്മളെ ഇപ്പോഴത്തെ പറയുന്നത് പൊളിച്ചെടുക്കുക എന്നതൊരു ദൗത്യമായി സ്വീകരിച്ച ആളാണ്. നിരന്തരം ഇപ്പോൾ പേര് പറയാൻ വിഷമമുണ്ടായതിനെ പറയുന്നില്ല, ഒട്ടേറെ അങ്ങനെ നിർമ്മിത ചരിത്രങ്ങൾ വെച്ച് മുസ്ലിങ്ങൾ അവരെ സ്ഥാനത്ത് നിർത്തുന്ന കുറേ ചരിത്രമെഴുത്തുകാരുടെ ഫീൽഡുകളുടെ ഉള്ളിൽ പോയിട്ട് അവരുടെ പോസ്റ്റിന് താഴെ പോയി കമൻ്റ് ഇട്ട് ഇത് അവനൊരു പണിയായിട്ട് ഏറ്റെടുത്തതാണ്. ആ ഒരു സംഗതിയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു സംഘാടകനായിരുന്നു ചെറുപ്പം മുതലേ തന്നെ. അതെ SIU ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് പത്രപ്രവർത്തക യൂണിയന്റെ തന്നെ നേതൃത്വത്തിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിദേശത്തായിരിക്കുമ്പോഴും അദ്ദേഹം യൂണിയന്റെ ആളുകളെ തനിമ കലാസാഹിത്യ വേദിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. മലപ്പുറം പ്രസ് ക്ലബിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ സംഘടനം അവന് ഇഷ്ടമുള്ളൊരു വിഷയമാണ് പൊതുവെ. കാരണം ആളുകളാണ് അവൻ്റെ കൂടെ, എപ്പോഴും കൂടെ ആളുണ്ടായിരിക്കുക, അവരോട് സംസാരിക്കുക. അവനൊരാളെ പരിചയപ്പെടുമ്പോൾ, നമ്മളൊരാളെ പരിചയപ്പെടുക, നിങ്ങൾ ആരാണ്, എവിടെ ജോലി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അവൻ നിങ്ങളുടെ കൂടെയുള്ളത് ആരാണ്, മക്കളാരാണ്, ഭാര്യ ആരാണ്, ഭാര്യയുടെ വീട് എവിടെയാണ്, അവരെവിടുന്ന് വന്നതാണ്, അവരുടെ ജോലി എന്താണ്. ഞങ്ങൾ പറയും നീ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആളുകളെ പരിചയപ്പെടരുത്. ഞങ്ങളെപ്പോഴും അവനെ ഇങ്ങനെ പറയും, നീ എന്തിനങ്ങനെ ചുഴിഞ്ഞ് ചോദിക്കുന്നത്, ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഒരാൾ മനസ്സിലാക്കാൻ അതൊക്കെ അറിയണ്ടേ എന്നാണ് അവൻ്റെ ചോദ്യം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടാലും ഒരാളുടെ വീട്ടിൽ നേരെ അടുക്കളയിലേക്ക് അവൻ പോവാം. നേരെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നു സെമിയിലെ ഓവറാവല്ലേ എന്ന് പറയും ഞങ്ങൾ. എന്താന്ന് ഉണ്ടാക്കിയത്, ഉച്ചക്ക് എന്തായിരുന്നു, ചോറ്, കറിയുണ്ടോ, ഇത് ഞാൻ അവനെ പറ്റി പറയാം മനുഷ്യ സ്നേഹത്തിൻ്റെ മാരക വേർഷൻ എന്ന് പറയും. നമ്മൾ ഒരു കാലത്ത് അവൻ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വലിയൊരു ഭാഗം കുടുംബത്തിലെ തന്നെ പാവങ്ങൾക്ക് സഹായിക്കുക, അവൻ്റെ വീട്ടിൽ നിർത്തി കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് അത്ഭുതം തോന്നുന്ന, ഞങ്ങൾ അത്ര വേണ്ട എന്ന് പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ച ഒരാളാണ് സമീർ. സ്വന്തം ശമ്പളം വരെ വേറെ ആൾക്ക് കൊടുത്തിട്ടും വീട്ടിൽ ആളുകളെ താമസിപ്പിച്ചിട്ടൊക്കെ. 49-ാമത്തെ വയസ്സിലാണ് സമീർ ലോകം വിട്ടുപോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് മേഖലകൾ, സാധാരണ ആളുകളും കടന്നു പോകാത്ത ഒരുപാട് മേഖലകളിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്ന ഒരാൾ. അതേപോലെ അടുത്തൊരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹം ബാക്കി വെച്ച് പോയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഇനിയുണ്ടോ?
ബാക്കി വെച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. കാരണം അവൻ്റെ ലാപ്ടോപ്പിൽ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി അവൻ ചെയ്ത ഒട്ടേറെ മണിക്കൂറുകൾ നീണ്ട ഇൻ്റർവ്യൂകൾ ഉണ്ട്. അവൻ നടത്തിയ ഹെറിറ്റേജ് വാക്ക് ഒരു 20ഓളം വ്യത്യസ്ത സംഘങ്ങളുടെ കൂടെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അവൻ നടത്തിയതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അവൻ തനിയെ പോയി ചെയ്ത കുറേ ഫീൽഡ് വർക്കുകളുണ്ട്. ഇതൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം കഴിഞ്ഞ മാർച്ചിൽ റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ പ്രസാധകർ സമീപിച്ചപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിൽ എനിക്ക് കുറച്ച് ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ പുതിയ പതിപ്പ് മുടക്കിയതാണ്. ഇപ്പോൾ മരണത്തിന് ശേഷം ഒരു ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകം കിട്ടാനില്ല. പുസ്തകം എല്ലാം വിറ്റ് തീർന്നു. അവനത് മുടക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പുസ്തകം ലഭ്യമായിരുന്നു. പക്ഷെ അവൻ മുടക്കുന്നത് അതിൽ കുറേ ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊജക്റ്റുകൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സിനിമ, ചരിത്രത്തിൽ കുറേ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ എല്ലാ മാസവും 1-2 യാത്രകൾ നടത്തും. അവസാനം ഞങ്ങൾ ഈ പ്ലാൻ ചെയ്ത് ബെല്ലാരിയിലേക്ക് പോകാനാണ്. ഈ ബെല്ലാരിയിൽ അന്ന് മാപ്പിളമാരുടെ തടവിലിട്ട പ്രധാന തടവറകളിലൊന്ന് കർണാടക സംസ്ഥാനത്തെ ബെല്ലാരിയിലാണുള്ളത്. ബെല്ലാരിയിൽ നമുക്കൊന്ന് പോകണം. അവിടെ ഇപ്പോഴും അവരുടെ പിൻതലമുറക്കാർ, അന്നത്തെ മലയാളികളുടെ ബാക്കിയുള്ളവർ ജീവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഇത് അവൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലതരം നമ്മൾ ചിന്തിക്കാത്ത പ്രോജക്റ്റുകൾ മനസ്സിലിട്ട് നടന്ന ഒരാളാണ് സമീൽ. അപ്പോൾ നമുക്കത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. പദ്ധതികളുണ്ട്. 4 ലെവലിലുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തത്. ഒന്ന്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എഴുതി പൂർത്തിയാക്കാത്ത പ്രോജക്റ്റുകൾ. 2, അവൻ്റെ സോഷ്യൽ മീഡിയ വ്യവഹാരങ്ങൾ. ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെടുകയും പ്രത്യേകിച്ച് 2 വർഷം മുമ്പ് സവർണ സംവരണം എന്ന വിഷയത്തിൽ അതിൻ്റെ വക്താക്കളായിരുന്ന കുറേ ആളുകളുമായി നിരന്തരം ഏറ്റുമുട്ടി അവരുടെ തന്നെ നിലപാടുകളെ തികച്ചും അതിനെതിരാക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സവർണ സംവരണത്തെ അനുകൂലിച്ചിരുന്ന ആളുകളെ വരെ അത് ശരിയല്ല എന്ന് അവൻ കാരണം അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അത് നിരന്തരം ഡാറ്റ വെച്ച് സംസാരിച്ചിട്ടാണ് നേടിയെടുത്തത്. അത്തരം സോഷ്യൽ മീഡിയ വ്യവഹാരങ്ങൾ, സിനിമാ ചർച്ചകൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെടുക്കണം. അതൊരു വലിയ പണിയാണ്. ആ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. 2ാമതായിട്ട്. 3ാമതായിട്ട് അവനെക്കുറിച്ച് പലരും എഴുതിയ കുറിപ്പുകളുണ്ട്. അതെല്ലാം ശേഖരിച്ചിട്ട് സമീലിന് നല്ലൊരു അനുസ്മരണ പതിപ്പ്, ഒരുപക്ഷെ മലയാളത്തിന് മാതൃകയാകുന്ന ഒരു അനുസ്മരണ പുസ്തകം ഉണ്ട്. പിന്നെ സമീൽ തുടങ്ങി വെച്ച അല്ലെങ്കിൽ മുന്നോട്ട് പോയ മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ഇനിയും കണ്ടെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെ പൂർത്തിയാക്കണമെന്നുണ്ട്. ഇതൊരു പദ്ധതിയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ദീർഘകാല പദ്ധതിയായിട്ടെങ്കിലും ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമീലിനെ കുറിച്ച് ഇത്ര കാലം സംസാരിച്ച് നന്ദി, നമസ്കാരം. ഓക്കെ, പ്രാർത്ഥനകൾ. സന്തോഷം.